KLCA വരാപ്പുഴ അതിരൂപത സമിതിയുടെ നേതൃത്വത്തിൽ പെരിയാറിലെ മത്സ്യക്കുരുതിക്ക് കാരണക്കാരായവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഏലൂർ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. മത്സ്യക്കുരുതിക്ക് ഇരയായ മത്സ്യകർഷകർക്ക് ന്യായമായ നഷ്ടപരിഹാരം നൽകണമെന്നും ഇതിന് കാരണക്കാരായവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും മേലിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള സ്വത്തരശ്രദ്ധ ഉണ്ടാകണമെന്നും ആവശ്യപ്പെട്ട് മലിനീകരണ നിയന്ത്രണ ബോർഡ് പരിസ്ഥിതി എഞ്ചിനീയർക്ക് നിവേദനം നൽകുകയും ചെയ്തു. ഏലൂർ TCCയുടെ മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ച് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടത്തിയ പ്രതിഷേധ ധർണ വരാപ്പുഴ അതിരൂപത വികാരി ജനറൽ മോൻ മാത്യു ഇലനിമറ്റം ഉദ്ഘാടനം ചെയ്തു. എന്നാൽ സമൂഹത്തിൽ ഇന്ന് ഉയർന്നു നിൽക്കുന്ന പ്രശ്നത്തിന്റെ ഇരകളാണ് ഈ ബാനറിന് അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന നമ്മളെല്ലാവരും. പിന്നെ എന്തുകൊണ്ട് ഇതിങ്ങനെ തടയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം സംസ്ഥാന പ്രസിഡന്റ് സൂചനയായി നമുക്ക് നൽകി. മീൻ മാർക്കറ്റില് ഇന്ന് മീനുകൾ കിട്ടാനില്ല. മീനുകളെല്ലാം ചത്തുപൊങ്ങി ചീഞ്ഞളിഞ്ഞ് ഈ പ്രദേശത്ത് കിടക്കുകയാണ്. ഒഴിഞ്ഞ മീൻകലവുമായിട്ട് ഇതാ ഞങ്ങളുടെ ഫില്ലി ടീച്ചർ പ്രതീകാത്മകമായ ഒരു മീൻ കച്ചവടം നടത്തുകയാണ്. സുഹൃത്തുക്കളെ, നമ്മൾ അന്നമായ മത്സ്യത്തെ ഇവിടെ കൂട്ടക്കുരുതി നടത്തി ഈ നാടിനെ ചീഞ്ഞളിഞ്ഞ നാടാക്കി മാറ്റിയ PCB എന്ന് പറയുന്ന പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ മനസാക്ഷിയെ ചോദ്യം ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുമ്പില് ഇതാ പ്രതീകാത്മകമായ ഒരു മീൻ കച്ചവടത്തിന് ഞങ്ങൾ നിൽക്കുകയാണ്. സ്നേഹമുള്ളവരെ, 6-7 മാസം കഴിഞ്ഞാലും ഈ പെരിയാറിന്റെ തീരത്ത് ഒരു കുഞ്ഞു മത്സ്യക്കുഞ്ഞു പോലും ഉയർത്തെഴുന്നേറ്റ് വരാനുള്ള സാധ്യതകളില്ല. ഇന്നലെയുമായി വീണ്ടും മത്സ്യങ്ങൾ ചത്തുപൊങ്ങുകയാണ്. ഇതുതന്നെയാണ് ചമ്പക്കരയാറ്റിലും അതുപോലെ തന്നെ പെരിയാറിന്റെ തീരത്തുമുള്ള വൈത്തിൻകരയുടെ തീരത്തുമുള്ള കായലുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇതിലെ പ്രതീകാത്മകതയെ നമുക്ക് ഏത് വിധത്തില് വേദനിക്കുന്ന ഹൃദയങ്ങളെ എങ്ങനെ പ്രത്യക്ഷവൽക്കരിക്കാൻ സാധിക്കുമെന്ന് അറിയില്ല. സ്നേഹമുള്ളവരെ, അരവയറ് മുറുക്കി നട്ടെല്ല് നിവർത്തി നടക്കാൻ ഇവിടുത്തെ കർഷകരെയും മത്സ്യ കൃഷിക്കാരെയും നമുക്ക് ഇനി എങ്ങനെ സഹായിക്കാൻ സാധിക്കും? അവരുടെ കുഞ്ഞുമക്കളുടെ കണ്ണുനീര്, അവരുടെ അമ്മമാരുടെ കണ്ണുകളിൽ നിന്ന് ഉതിർന്നു വീഴുന്ന നീർത്തുള്ളികളെ എങ്ങനെ നമുക്ക് സങ്കല്പിക്കാനാവും? സ്നേഹമുള്ളവരെ, ഈ പ്രതീകാത്മകമായ മത്സ്യ കുരുതിക്കെതിരെ നടക്കുന്ന പ്രതിഷേധ സമരത്തില് പങ്കുചേർന്ന നിങ്ങൾക്കെല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. അതിരൂപത പ്രസിഡന്റ് CJ പോൾ അധ്യക്ഷത വഹിച്ചു. KRLCC വൈസ് പ്രസിഡന്റ് ജോസഫ് ജൂഡ്, സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി J തോമസ്, ജനറൽ സെക്രട്ടറി ബിജു ജോസി തുടങ്ങിയവർ സംസാരിച്ചു.